ഹായ്, വെൽക്കം ടു ദി സ്റ്റഡി പാൻഡ. ലവ് ലേക്കിങ്ങിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. കെയും ഗൂനിയാനും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബോസും കൂട്ടരും എത്തും. ബോസ് ആ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ടുള്ള തുണിയൊക്കെ കാണുവാണ്. അപ്പോൾ ബോസ് ഉറപ്പിക്കും അവരവിടെ ഉണ്ടായിരുന്നു എന്ന്. അവർ രണ്ടും കബോർഡിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവന് മനസ്സിലായി എന്തായാലും അവരെ പൊക്കുമെന്ന്. അതുകൊണ്ട് നേരത്തെ ആ ചിപ്പുണ്ടല്ലോ, ആ ചിപ്പ് അവൻ അവളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നീ പുറത്തേക്ക് വരരുത് എന്ന് അവളോട് പറയുകയാണ്. അവളാകെ പേടിച്ചിരിക്കുകയാണെന്ന് കാണുമ്പോൾ അവൻ പറയും, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിരിക്കും, നീ എന്ത് സംഭവിച്ചാലും പുറത്ത് വരാതിരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവൻ പുറത്തേക്ക് ഗണ്ണുമായിട്ട് ഇറങ്ങി ബോസിൻ്റെ കൂടെയുള്ള ഒരാളെ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ ബോസിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടല്ലോ. അവൻ്റെ തോക്കിലാണെങ്കിലും ഒരു ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ബോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ അടിക്കുകയാണ്. അപ്പോൾ ബോസ് പറയും, നിൻ്റെ കയ്യിലുള്ള ചിപ്പ് അതെനിക്ക് താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. കെ പറയും, എന്നെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിപ്പ് ഒരിക്കലും കിട്ടില്ല. ബോസ് അവനെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഗൂനിയാൻ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഈ ചിപ്പല്ലേ ആവശ്യം, അതെൻ്റെ കയ്യിലാണുള്ളത്. കെ പറയും, ഗു നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങി വന്നേ? ആ തക്കം നോക്കി ഗു അത് ചിപ്പ് ജനൽ വഴി പുറത്തേക്ക് എറിയാണ്. അപ്പോൾ ബോസിൻ്റെയും കൂട്ടുകാരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്ന തക്കത്തിന് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഓടുന്നതിനിടയ്ക്ക് അവനെന്നിലെ ബുള്ളറ്റ് കൊണ്ട സ്ഥലത്ത് വീണ്ടും മുറിവ് ഓപ്പൺ ആയിട്ട് ബ്ലഡ് വരാൻ തുടങ്ങും. അവനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കും, എൻ്റെ മുറിവ് വീണ്ടും ഓപ്പൺ ആയല്ലേ? അപ്പോഴും കെയുടെ ശ്രദ്ധ ആ ചിപ്പിലാണ്. നീ ചിപ്പ് എവിടെ വെച്ചു? അവളുടെ കയ്യിലുണ്ടായിരുന്ന ചിപ്പ് കാണിക്കുകയാണ്. ഞാൻ അത് പുറത്തേക്ക് എറിഞ്ഞില്ല. ഈ ചിപ്പ് നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അവൾ ചോദിക്കും. നിൻ്റെ ലൈഫിന് വരെ നീ പ്രാധാന്യം നൽകാതെയാണ് നീ ഈ ചിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കെ പറയും, ഉറപ്പായും ഈ ചിപ്പ് എൻ്റെ ലൈഫിനേക്കാളും വാല്യൂ ഉണ്ട്. എന്നിട്ട് കെ പറയും, നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നീ ആ വഴിയെ പൊക്കോ. അവൾ പറയും, ഞാൻ പോയി എങ്ങനെയെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ പോവുകയാണ്. എന്നിട്ട് കാണിക്കുന്നത് ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. പക്ഷേ അവൾ അവനെ ഉപേക്ഷിച്ച് പോയില്ല. അവൾ തിരിച്ചു വന്നു. ആരെയും കണ്ടതുമില്ല ഹെൽപ്പിന് വേണ്ടിയിട്ട്. കെ ചോദിക്കും, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോകാനായിട്ട്, നീ എന്തിനാ വീണ്ടും തിരിച്ചു വന്നേ? അവളൊന്നും മിണ്ടാണ്ട് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോകാനായിട്ട്, നീ എന്തിനാ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്? നീ എന്തിനാ എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നത്? നിനക്കറിയാമല്ലോ ഞാനൊരു ഡ്രഗ് ഡീലറാണെന്ന്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവൾ പറയും, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് നിന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. അവൻ പറയും, നീ കള്ളം പറയാണ്. എന്നിട്ട് കെ അവളെ കിസ് ചെയ്യാണ്. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്തിനാ എന്നെ പിടിച്ച് മാറ്റാത്തെ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നോട് നിനക്ക് ഫീലിങ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവൾ പറയും, നീ നിർത്ത്, നീ അത് വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എനിക്ക് നിൻ്റെ മേൽ ഫീലിങ്സ് തോന്നിയാൽ തന്നെ നമുക്ക് എന്തായാലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ മതിയായോ? അപ്പോൾ കെ പറയും, ഓക്കെ, നല്ല കാര്യം, ഇപ്പോൾ നീ പറഞ്ഞത് എപ്പോഴും ഓർക്കണം. അവരെങ്ങനെയും ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ബോസും കൂട്ടരും ഇവരെ കണ്ടുപിടിക്കുകയാണ്. ഇവരെ ഓടിക്കും. അവരെ ഓടിച്ചൊരു ഹില്ലിൻ്റെ മുകളിലേക്ക് എത്തിക്കും. പക്ഷേ അതിനപ്പുറം കടലാണ്. ബോസ് വീണ്ടും അവരോട് ചിപ്പ് ചോദിക്കുകയാണ്, ചിപ്പ് എവിടെയാണ്? എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരും കൊല്ലും. എന്നിട്ട് കൂടെയുള്ളവരൊക്കെ കെ ഇടിച്ച് ചപ്പാത്തിയാക്കും. എന്നിട്ട് അവൻ ആ ചിപ്പിനെ കുറിച്ചൊന്നും പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ബോസ് പറയും, ഞാൻ ഇവളെ കൊല്ലും നിൻ്റെ കൺമുന്നിൽ വെച്ച്. അപ്പോൾ കെ പറയും, അവളെ കൊല്ലുന്നതോ രക്ഷിക്കുന്നതോ എനിക്ക് അതറിയേണ്ട ആവശ്യമില്ല. ഗൂനിയൻ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അവന് ഒരു സ്നേഹം പോലും ഇല്ലേ എന്നുള്ള രീതിയിൽ അവൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചിട്ട് എന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ബോസ് അതിനിടയ്ക്ക് അവനെ കത്തി കൊണ്ട് കുത്തും. എന്നിട്ടും അവൻ വീണ്ടും ധൈര്യമാർജിച്ച് അവരെ മുഴുവൻ പിടിച്ചൊക്കെ ഇടാൻ ശ്രമിക്കും. പക്ഷേ അതിലൊരുത്തൻ അവന് ഗണ്ണെടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഗു അവിടെ എവിടെയോ വീണ് കിടന്ന ഒരു ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അപ്പോൾ കെ ഇങ്ങനെ അവളോട് പറയുകയാണ്. അവളിങ്ങനെ പേടിച്ചേക്കും, ഞാൻ ഒരാളെ കൊന്നല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ കെ പറയും, അത് കുഴപ്പമില്ല, ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, നീ ഇവിടുന്ന് പൊക്കോ, ഇത്രയും പെട്ടെന്ന് പോകണം, ഇവിടെ നടന്നതെല്ലാം മറന്നു കളയണം, എന്നിട്ട് പുതിയ ലൈഫ് ആരംഭിക്കണം. അപ്പോഴും ഗു അവനോട് ചോദിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പൊക്കൂടെ എന്നാണ്. കെ ഇങ്ങനെ അവളെ നോക്കി നിൽക്കും. അതേസമയം ബോസ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു ഗണ്ണെടുത്തിട്ട് കേക്ക് നേരെ വെടിയുതിർക്കുകയാണ്. അവനെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. ഗൂനിയാൻ ഇപ്പോൾ അവളുടെ പഴയ ലൈഫിലാണ്. അവൾ ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ അവൾക്ക് ഈ മെമ്മറിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അവൾ ഒരാളെ കൊന്നു എന്നുള്ള മെമ്മറി, കെയുടെ മെമ്മറി, അതൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അത് കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ അവളുടെ കൈ വിറയ്ക്കും. കാരണം ഇവളുടെ കൈ കൊണ്ട് തന്നെ ഇവൾ ഒരാളെ കൊന്നു എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവൾ ആലോചിക്കുകയാണ്, അന്ന് കെയെ ബോസ് ഷൂട്ട് ചെയ്ത സമയത്ത് അവൻ മരിക്കുമെന്ന് അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ബോസിനെയും പിടിച്ചും കൊണ്ടാണ് കടലിലേക്ക് ചാടുന്നത്. അങ്ങനെയാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്.
കൂടെ ഇരിക്കുന്നത് അവളുടെ കൊളീഗായിട്ടുള്ള ഡോക്ടറാണ്. ഇവരൊരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ ഡോക്ടർ പറയുന്നുണ്ട്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻസ് പോലെ വരുന്നതാണ്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല, അത് പെട്ടെന്ന് റിക്കവർ ആയിക്കോളും. അവൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ആൾ അങ്ങോട്ടേക്ക് വരികയാണ്. അയാൾ അവളെ തട്ടും. പക്ഷേ എന്നിട്ട് അയാൾ ഹോസ്പിറ്റലിൽ എന്തോ കാണിക്കാനായിട്ടാണ് വരുന്നത്. അവൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണോ ഇനി. അത് കഴിഞ്ഞ് ഗൂനിയാൻ അവളുടെ ഡീനിനെ കാണാനായിട്ട് റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡീൻ തറയിൽ വീണ് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ഹെൽപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ ആരും വരുന്നില്ല. പക്ഷെ ആ റൂമിൽ വേറെ ഒരാളുടെ പ്രസൻസ് അവൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അവിടുന്ന് ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാൾ വന്ന് അവളുടെ വാകുത്തി പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ ബോധം കെടുത്തുന്ന രീതിയിൽ നല്ലൊരു അടി കൊടുക്കും. അപ്പം തന്നെ അവൾ ബോധം കെട്ട് വീഴുകയാണ്. അത് കഴിഞ്ഞ് അവൾ കണ്ണു നിറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മറ്റേ ഡോക്ടർ കൊളീഗ് കൂടെ ഉണ്ട്. അവൾ ബോധം വന്നപ്പോൾ തന്നെ ഡീനിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവളുടെ സീനിയർ കൊളീഗ് പറയും, ഡീൻ നമ്മൾ പരമാവധി ശ്രമിച്ച് നോക്കി രക്ഷിക്കാനായിട്ട്, പക്ഷേ ഡീനിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഗൂനിയാൻ പറയും, ഹാർട്ട് അറ്റാക്കോ? ഞാൻ അവിടെ ഒരു കില്ലറിനെ കണ്ടതാണല്ലോ. ഡീനെ ആരോ മർഡർ ചെയ്തതാണ് എന്ന് ഗൂനിയാൻ പറയും. അപ്പോൾ തൊട്ടടുത്ത് പോലീസ് ഓഫീസർ നിൽപ്പുണ്ട്. അപ്പോൾ പോലീസുകാരൻ അവളോട് ചോദിക്കും, നിങ്ങൾക്ക് ഷുവറാണോ, നിങ്ങൾ കണ്ടോ ആ ഒരു മർഡർ നടക്കുന്നത്, നിങ്ങൾ ഐ വിറ്റ്നസ് ചെയ്തോ? അപ്പോൾ അവൾ പറയും, ഞാൻ നേരിട്ട് കണ്ടില്ല അയാൾ മർഡർ ചെയ്യുന്നത്, പക്ഷേ അയാൾ ആ സീനിലുണ്ടായിരുന്നു. പോലീസുകാരൻ പറയും, ഞങ്ങൾ സർവൈലൻസ് ഫുട്ടേജ് ചെക്ക് ചെയ്തതാണ്, പുറത്തുനിന്ന് ആരും അകത്തേക്ക് വരുന്നതോ പുറത്തേക്ക് പോകുന്നതോ ഞങ്ങൾ കണ്ടില്ല. എന്നിട്ട് അയാൾ പറയും, മിസ് ഗു, ഇനി അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു കില്ലർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഡേഞ്ചറിലാണ്, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. അവളെ വീണ്ടും ആ സീനിലേക്ക് ഓർത്ത് നോക്കുമ്പോഴത്തേക്കും ആ കില്ലർ സംസാരിക്കാതിരിക്കാനായിട്ട് അവളോട് പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ്റെ അതേ സംസാരം അവൾക്ക് കേട് സംസാരമായിട്ടാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഗോയും സീനിയേഴ്സും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ ഡീനിൻ്റെ ഫ്യൂണറലിന് ഇരിക്കുകയാണ്. അപ്പോൾ അവൾ സീനിയറിനോട് പറയുന്നുണ്ട്, അന്ന് ഞാൻ ഇച്ചിരി നേരത്തെ ഡീൻ്റെ ഓഫീസിൽ ചെന്നിരുന്നെങ്കിൽ ഡീന് ചിലപ്പോൾ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ സീനിയർ കൊളീഗ് അവളോട് പറയും, ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, മെഡിക്കേഷൻസിൻ്റെ കാരണം നിനക്ക് ഹാലൂസിനേഷൻ വീണ്ടും തോന്നുന്നതാണെങ്കിലോ. അപ്പോൾ ഗു പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അയാൾ പറയും, ഗു അതുകൊണ്ടല്ല. അപ്പോൾ തന്നെ ഫ്യൂണറലിന് വന്നിരിക്കുന്നവരൊക്കെ ഡീനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഡീൻ ഏതോ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഒഫൻഡ് ചെയ്തു, അതുകൊണ്ടാണ് ഡീൻ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്നൊക്കെയാണ് ഫ്യൂണറലിന് വന്നിരിക്കുന്നവർ പറയുകയാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഡീനും ഇതുപോലെ ബ്രൈബറി ചാർജസിന് സ്വയം മരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം, പക്ഷേ അന്നും അവരുടെ മകള് ഇതുപോലെ അവിടെ ഒരു കില്ലർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ ഗുവും പറയുന്നുണ്ട് അവിടെ ഒരു കില്ലർ ഉണ്ടെന്ന്. പക്ഷെ അവൾ ഹാലൂസിനേറ്റ് ചെയ്യുകയാണെന്ന് ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ ടെസ്റ്റിമണി ക്രെഡിബിളായിട്ട് എടുക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരിരുന്ന് പറയുന്നുണ്ട്. അത് ഇവർ രണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ സീനിയർ അവളോട് പറയുമേ, അവർ പറയുന്നതെന്ന് നീ മൈൻഡ് ചെയ്യണ്ട, എന്തായാലും നിൻ്റെ ഫോണ് അവിടെ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ സീനിയർ അവൾക്ക് ഫോൺ കൈമാറുകയാണ്. അപ്പോൾ അവൾ പറയും, ഇതെൻ്റെ ഫോണല്ല. അന്ന് ഇവൾ ഡീനെ കാണാനായിട്ട് ഓഫീസിൽ പോയ സമയത്ത് ഡീൻ വീണ് കിടക്കുന്ന നേരത്ത് അവളുടെ ഫോൺ ഡീനിൻ്റെ അടുത്ത് വെച്ചായിരുന്നു. എന്നിട്ട് അവൾ എടുത്തത് ചിലപ്പം അയാളുടെ ഫോണായിരിക്കാം. ഇപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന എന്തായാലും ഡീനിൻ്റെ ഫോണാണ്. അന്ന് ഡീൻ മരിക്കുന്ന ഗൂനിയാൻ ഡീനിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീനിൻ്റെ ലൈൻ ബിസി ആയിരുന്നു. ഫ്യൂണറലിനിരിക്കുമ്പോൾ അവൾക്കത് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അവൾ ഡീനിൻ്റെ കോൾ ലോഗ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചുറ്റുമുള്ളവരൊക്കെ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡീൻ വെയ് ഗ്രൂപ്പിനെ ഒഫൻഡ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. വെയ് ഗ്രൂപ്പിന് പുതിയൊരു ഹെഡ് വന്നിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാരിരുന്ന് പറയുന്നുണ്ട്. അവിടുത്തെ വളരെ ശക്തമായൊരു ഗ്രൂപ്പാണ്, ബിസിനസ് ഗ്രൂപ്പാണ് ഈ വെയ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആരാണ് ഈ വെയ് ഗ്രൂപ്പിൻ്റെ പുതിയ ഹെഡ് എന്നൊരാൾ ചോദിക്കുമ്പോൾ വേറൊരാൾ പറയും, അത് സോങ്ജിയാനാണ്. ഞാനറിഞ്ഞത് അയാൾ ഒരുപാട് റൂത്ത്ലെസ്സും ക്രൂരമാണെന്നൊക്കെയാണ്. അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ കഥകൾ കേൾക്കുന്നുണ്ട്. ഗൂനിയാൻ അതേസമയം കോൾ ലോഗ് എടുത്തിട്ട് ഡീനിൻ്റെ മൊബൈലിലേക്ക് വന്ന കോളിലേക്ക് അങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ്. അതേസമയം ഈ വേ ഗ്രൂപ്പിൻ്റെ പുതിയ ഹെഡ് ആ ഫ്യൂണറലിന് എൻ്റർ ചെയ്യുന്നുണ്ട്. അയാളും അയാളുടെ ഒരു ഗ്യാങ്ങുമായിട്ടാണ് വരുന്നത്. അയാളെ കാണുന്നതും നമ്മുടെ ഗൂനിയാൻ ഞെട്ടുവാണ്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സ്നേഹത്തോടെ സൈനിങ് ഓഫ്, ദ സ്റ്റോറി പണ്ട.